ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 11ാം ഭാഗമാണിത്. അൽ അമീൻ പോയെങ്കിലും ഖദീജയുടെ മനസ്സിൽ നിന്നും ആ രൂപം മാഞ്ഞുപോയില്ല. ഖുറൈശി പ്രമുഖരായ പല യുവാക്കളും വിവാഹാഭ്യർത്ഥനയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞു. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു. അൽ അമീൻ എന്ന ചെറുപ്പക്കാരന്റെ രൂപം മനസ്സിനെ തളർത്തുന്നു. മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ, വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ്, ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ മനസ്സ് കൊതിക്കുന്നു. ജീവിതം ആ കാൽക്കൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോഴാണ് നുസൈഫയുടെ വരവ്. എന്താണ് ഖദീജ, നിനക്കൊരു വല്ലായ്മ? മുഖം വിവർണമായിരിക്കുന്നു. എന്തു പറ്റി നിനക്ക്? കൂട്ടുകാരി ചോദിച്ചു. ഒന്നുമില്ലടി. ഖദീജ ഒഴിഞ്ഞു മാറി. കൂട്ടുകാരി വിടാൻ ഭാവമില്ല. മനസ്സിലുള്ളത് ഉടനെ അറിയണം. എന്താണെങ്കിലും പറ. പ്രശ്നം എന്തായാലും ഞാൻ പരിഹരിക്കാം. കൂട്ടുകാരി ഉറപ്പു നൽകി. ഇത് നീ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല, നുസൈഫ വീണ്ടും നിർബന്ധിച്ചു. അവസാനം മനസ്സിലെ ചിന്തകൾ നുസൈഫയെ അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ പറഞ്ഞു, ഞാൻ ഇതിൽ ഇടപെടാൻ പോവുകയാണ്. അൽ അമീനോട് ഞാൻ സംസാരിക്കും. സമ്മതവും വാങ്ങും. നീ നോക്കിക്കോ. കൂട്ടുകാരി ഇറങ്ങിക്കഴിഞ്ഞു. വേണ്ട നുസൈഫ, കുഴപ്പമുണ്ടാക്കല്ലേ. നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അൽ അമീനെ കണ്ടുമുട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വയസ്സ് ഇത്രയുമായില്ലേ, ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ? വിവാഹമോ? എനിക്കോ? അതിനുള്ള വകയൊന്നും എന്റെ കൈവശമില്ല. വേണ്ട. നല്ല സൗന്ദര്യവും സമ്പത്തും കുലമഹിമയുമുള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക. ആ ക്ഷണം താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ? അൽ അമീൻ ചിന്താതീതനായി. ആരാണവർ? അൽ അമീൻ അമ്പരപ്പോട് ചോദിച്ചു. ഖദീജ. നുസൈഫ മറുപടി നൽകി. അതെങ്ങനെ നടക്കാനാണ്? അത് നടക്കും. താങ്കളുടെ സമ്മതം കിട്ടിയാൽ മതി. അൽ അമീൻ എതിരൊന്നും പറഞ്ഞില്ല. അപ്പോൾ സമ്മതം തന്നെ. നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമീപത്തേക്ക് ഓടി. അൽ അമീൻ അബൂ ത്വാലിബിനെ കാണാൻ പോയി. കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. മോനെ, ഇതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഖദീജയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ? അൽ അമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഖദീജയെ വിവാഹം കഴിക്കുകയോ? അവർ മക്കയിലെ പ്രഭയാണ്, സമ്പന്ന. താനോ ഒരു ദരിദ്രൻ. പിന്നെ എങ്ങനെ ഈ വിവാഹം നടക്കും? ആശങ്കകൾ വേഗം നീങ്ങി. ഈ വിവാഹകാര്യത്തിൽ ഖദീജ വളരെ സന്തോഷവതിയാണെന്ന് അൽ അമീൻ അറിഞ്ഞു. അബൂ താലിബും ഖദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. വിവാഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു. വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. വിവാഹ സുദിനം. അൽ അമീൻ ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊപ്പം ഖദീജയുടെ വീട്ടിലെത്തി. വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത്. വിഭവ സമൃദ്ധമായ സദ്യ. കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി. ആചാരമനുസരിച്ച് ഖദീജയുടെ വീട്ടിൽ 3 ദിവസം താമസിക്കണമല്ലോ. അൽ അമീൻ എന്ന ചെറുപ്പക്കാരന് 25 വയസ്സാണ് പ്രായം. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന മണവാട്ടിക്ക് പ്രായം 40. ഒറ്റനോട്ടത്തിൽ അവർ ചെറുപ്പമായിരുന്നു. അവരുടെ അഴകും പെരുമാറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അൽ അമീനെ ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. തന്റെ ശരീരവും തനിക്കുള്ള സ്വത്തും ഖദീജ ബീവി ആ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകരുടെ മനം ആഹ്ലാദപൂർണ്ണമാക്കി. അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 35 ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇനി വിവരിക്കുന്നത്. മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ്. മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കമുണ്ടാകും. കഅബാലയം വളരെ താഴ്ന്ന പ്രദേശത്താണ്. പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഏറെ ശല്യം ചെയ്യുന്നത് ഈ മന്ദിരത്തെയാണ്. അന്നത്തെ കഅബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നുവെന്ന് കേൾക്കണ്ടേ? വെറും 4 ചുവരുകൾ, മേൽപ്പുരയില്ല. ചുവരുകൾക്കാണെങ്കിൽ ഒരാളുടെ ഉയരമേ ഉള്ളൂ. അതാണ് അന്നത്തെ കെട്ടിടം. മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ പെടും. അങ്ങനെ ചുവരുകൾക്ക് വിള്ളൽ വന്നു. കഅബാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരുന്നത് തടയാൻ കുറെ ആളുകൾ ചേർന്നൊരു ബണ്ട് കെട്ടി. അതിന് കുറെ ധനം ചെലവായി. ബണ്ട് കാണാനും അഭിപ്രായം പറയാനും ധാരാളം ആളുകൾ വന്നു. ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബണ്ട് പൊളിഞ്ഞുപോയി. കഅബ വെള്ളത്തിൽ തന്നെ. പുറം നാട്ടുകാരൊക്കെ വരുമ്പോൾ കഅബയെ ഇങ്ങനെ കാണുന്നത് മക്കക്കാർക്ക് വലിയ കുറച്ചിലായി. ഇതൊന്ന് പുതുക്കി പണിയണം. കഅബയുടെ പുതുക്കി പണിക്ക് ഹലാലായ പണം തന്നെ വേണം. പലിശ പണം പാടില്ല. ചൂഷണത്തിലൂടെ നേടിയ പണവും പാടില്ല. തട്ടിപ്പറിച്ച പണവും വേണ്ട. അങ്ങനെ ശുദ്ധമായ പണം ശേഖരിച്ചു. പഴയ കെട്ടിടം പൊളിക്കണം. കെട്ടിടം എന്ന് പറഞ്ഞില്ലേ, 4 ചുവരുകൾ. എന്നിട്ട് പുതിയ ചുവരുകൾ പണിയണം. മേൽപ്പുരയും പണിയണം. കെട്ടിടത്തിന് ഉയരം കൂട്ടണം. അക്കാലത്ത് പുറംനാട്ടിൽ നിന്ന് വന്ന ഒരു കപ്പൽ ജിദ്ദ തുറമുഖത്ത് വെച്ച് തകർന്നു. ഖുറൈശികൾ ആ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങി. കപ്പലിലെ ആശാരിപ്പണിക്കാരന്റെ പേര് പറഞ്ഞു തരാം. ബാക്കുമുറുമി. വിദഗ്ധനായ തച്ചുപണിക്കാരനാണ് ബാക്കുമുറുമി. ഖുറൈശികൾ ബാക്കുമുറുമിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു: ഞങ്ങൾ കഅബാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊളിഞ്ഞ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. പുതുക്കി പണിയുന്ന ചുമതല താങ്കളെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകപ്രസിദ്ധമായ ദേവാലയം പുതുക്കി പണിയാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ ചുവർ പൊളിക്കാനുള്ള സമയമായി. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പല കുടുംബങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ആദരവോടെ ചുമരുകൾ പൊളിച്ചു തുടങ്ങി. കഅബാലയം പുതുക്കി പണിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കല്ല് ചുമക്കുകയുണ്ടായി. അങ്ങനെ ചുവർ ഉയർന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലമെത്തി. ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക? അതിനുള്ള അവകാശം ആർക്കാണ്? തറവാട്ടുകാർ തമ്മിൽ വഴക്കായി. അങ്ങനെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കടന്നു. ഒരു രക്തച്ചൊരിച്ചിലിന്റെ വക്കിൽ നിൽക്കുകയാണ് അവർ. ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു. എന്തായാലും ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു യുദ്ധം പാടില്ല. പക്ഷെ എന്താ വഴി? രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ എന്താണ് വഴി? വൃദ്ധനായൊരു നേതാവ് മുന്നോട്ട് വന്നു.
എല്ലാവരും ആദരിക്കുന്ന ആൾ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ് അബു ഉമയ്യ ഹുദൈഫത്ത് ബിനു മുഗീറ. അദ്ദേഹം ഗോത്രക്കാരോട് വിളിച്ചു പറഞ്ഞു, രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കൂ, ഞാനൊരു പരിഹാര മാർഗം പറയട്ടെ. എല്ലാവരും തർക്കമതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. മസ്ജിദുൽ ഹറമിലേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന ആളെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം. എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ അവർ കാത്തിരുന്നു. ഈ കഥയുടെ 12ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.